രേണുസുതി വെറും കള്ളിയാണെന്ന് മസ്താനി പറയുകയാണ്. മസ്താനിയും അനുമോളും ആദിലയും നൂറയും കൂടി സോഫയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവർ രേണുസുതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോഴാണ് മസ്താനി പറയുന്നത് രേണുസുതി ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ആളാണ്. ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ആ ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ ഒരു ടാസ്കിൽ ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പഠിക്കാൻ പോയത് മിക്കതും തന്നെ ഡ്രോപ്പ് ഔട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സുധിച്ചേട്ടനെ കല്യാണം കഴിച്ച് പോയത് എന്നാണ് രേണുസുതി പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂടെ, അതായത് മസ്താനിയുടെ കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ രേണുസുതി പറഞ്ഞിട്ടുണ്ട് ഏവിയേഷൻ പഠിക്കാൻ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് 2 എയർപോർട്ടിൽ വർക്ക് ചെയ്തു എന്നും രേണുസുതി മസ്താനിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതായത് ആ ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏവിയേഷൻ കോഴ്സ് തോറ്റ ആളെങ്ങനെയാണ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ രേണുസുതി പറഞ്ഞത് കള്ളമല്ലേ? ഇങ്ങനെ എന്തിനാണ് രേണുസുതി നുണ പറയുന്നത് എന്ന് പറഞ്ഞ് രേണുസുതി ഒരു കള്ളിയാണ് എന്ന് പറഞ്ഞ് മസ്താനി ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. മസ്താനി അവിടെ വന്നപ്പോൾ മുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് രേണുസുതിനെയാണ്. അപ്പോൾ ഇനിയും രേണുവിനെ ടാർഗറ്റ് ചെയ്ത് എന്ത് ഗെയിമാണ് അവിടെ ഇറക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.